മലർന്ന് കിടക്കുക. കൈയൊരൽപ്പകത്തി മലർത്തിയിടുക, കാലൊരൽപ്പകത്തി അയച്ചിടുക. ശരീരം പൂർണ്ണമായിട്ടൊന്ന് അയച്ച് തളർത്തി അങ്ങിടുക. ശരീരത്തെ ആകെ ഒന്ന് നിരീക്ഷിക്കുക. എന്നിട്ട് നല്ലപോലെ ശ്വാസം ഒന്ന് അകത്തേക്ക് എടുക്കുക. സാവകാശം കളയുക. വീണ്ടും ശ്വാസം എടുക്കുമ്പോൾ എടുത്തിട്ട് കളയുമ്പോൾ ഓങ്കാരം കൂടെ ഉച്ചരിക്കുക. ഇൻഹേൽ, ദെൻ ഓ. റിലാക്സ്ഡ്. ലയേ സംബോധയേത് ചിത്തം വിക്ഷിപ്തം ക്ഷമയേത് പുനഃ സകഷായം വിജാനീയാത് സമപ്രാപ്തം ന ചാലയേത്. കാല് രണ്ടും ചേർത്ത് വയ്ക്കുക. കൈ രണ്ട് ശരീരത്തിൻ്റെ ഇരുവശത്തും കമഴ്ത്തി വയ്ക്കുക. ഇനി ശരീരത്തിന് താഴേന്ന് മുതൽ കാലിൻ്റെ വിരൽ മുതൽ മുകളിലേക്കാണ് നമ്മൾ ടൈറ്റൻ ചെയ്യാൻ വേണം. അപ്പോൾ കാലിൻ്റെ വിരൽ മുന്നോട്ട് അങ്ങോട്ട് വലിച്ച് വളയ്ക്കുക. കാലിൻ്റെ ഉപ്പൂറ്റി മുന്നോട്ട് വലിച്ച് വളയ്ക്കുക. കണങ്കാലിൻ്റെ പേശികൾ അങ്ങ് ടൈറ്റ് ചെയ്യുക. കാൽമുട്ടിലെ പേശികൾ ഉള്ളിലേക്ക് മുകളിലേക്ക് അങ്ങ് വലിക്കുക. തൊട പേശികൾ ടൈറ്റ് ചെയ്യുക. അരക്കെട്ട് നിതംബ ഭാഗത്തെ പേശികളെല്ലാം ശരിക്കും വലിച്ച് മുറുക്കുക. ശ്വാസം പൂർണ്ണമായിട്ട് കളഞ്ഞിട്ട് വയറങ്ങ് നന്നായിട്ട് എക്കുക. ഇനി ശ്വാസം നന്നായിട്ട് എടുത്ത് നെഞ്ച് ശരിക്കും അങ്ങോട്ട് ടൈറ്റ് ചെയ്യുക. കൈ മുഷ്ടി ചുരുട്ടി കൈ രണ്ടും നല്ലോണം ടൈറ്റ് ചെയ്യുക. കഴുത്ത് തോളെല്ലാം നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. പല്ല് ശരിക്ക് കടിച്ചു പിടിക്കുക. മുഖത്തെ പേശികൾ കണ്ണിറുക്കി അടയ്ക്കുക. എല്ലാം ടൈറ്റൻ ടൈറ്റൻ ടൈറ്റൻ. കംപ്ലീറ്റ് അങ്ങ് അയക്കുക. ഒറ്റയടിക്കുക. കംപ്ലീറ്റ് എല്ലാം അയച്ച് തളർത്തി കൈയും കാലും ഒക്കെ അകത്തിയിടുക. നോർമൽ ബ്രീത്തിങ്. കൈ മലർത്തിയിടുക. കൈയൊരൽപ്പകത്തി മലർത്തി ശവാസനത്തിൽ പഴയതുപോലെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് വീണ്ടും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇതുപോലെ എല്ലാം ദൃഢീകരിച്ചിട്ട് അയച്ചിടുമ്പോൾ ആ വ്യത്യാസം ഒന്ന് തിരിച്ചറിയാം. റിലാക്സ് യുവർ ഹോൾ ബോഡി. ഇനി ഇടത് കൈ തലയ്ക്ക് മുകളിലേക്ക് വയ്ക്കുക. കാല് രണ്ട് ചേർത്ത് കണ്ണടച്ച് തന്നെ പിടിക്കുക. കാല് രണ്ടും ചേർത്ത് വയ്ക്കുക. എന്നിട്ട് വലത് കാലും മടക്കി ഇടതുവശത്തേക്ക് ചെരിയുക. വലത് കൈയും ഫ്രണ്ടിൽ നെഞ്ചിന് മുന്നിൽ തറയിൽ പതിച്ചു വയ്ക്കുക. വലത് കൈ എന്നിട്ട് പതുക്കെ കണ്ണടച്ച് തന്നെ വളരെ സാവകാശം ആ കൈയൊന്ന് തറയിൽ അമർത്തി പതുക്കെ അങ്ങ് എഴുന്നേറ്റിരിക്കുക. കണ്ണടച്ച് തന്നെ സാവകാശം എഴുന്നേറ്റ് ഇരിക്കുക. കൈ രണ്ടും പുറകിലേക്ക് വെച്ചിട്ട് കാല് നിവർത്തി ഒന്നിരിക്കുക. ഒന്നിരുന്ന് വളരെ പതുക്കെ ഈ ഓരോ മൂവ്മെൻറ്റ്സും വെരി സ്ലോലി, വളരെ കാല് നിവർത്തി വെച്ചോ. കാല് നിവർത്തി തന്നെ വയ്ക്കുക. കൈ രണ്ട് പുറകിൽ വേണമെങ്കിൽ ഒന്ന് വെച്ച് ഒന്ന് ഇരുന്ന് ശരീരത്തിനെയൊക്കെ ഒന്ന് ഫ്രീ ആക്കുക. ഇനി പതുക്കെ ഒരു കാല് മടക്കുക, വലത്തെ കാല് മടക്കുക, ഇടത് കാല് മടക്കുക, പതുക്കെ എഴുന്നേറ്റ് വരിക. വളരെ സാവകാശ കാലിൽ വെയിറ്റ് വന്നൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് പതുക്കെ അങ്ങ് എഴുന്നേറ്റ് സാവകാശം കണ്ണടച്ച് തന്നെ ശരീരത്തിലേക്ക് ശ്രദ്ധിക്കുക. പതുക്കെ എഴുന്നേറ്റ് നിന്നു. ശരീരത്തിലേക്ക് വീണ്ടും ഒന്ന് ശ്രദ്ധിച്ചു. ആ വെയിറ്റൊക്കെ രണ്ട് കാലിലും ഒരുപോലെ നിങ്ങൾക്ക് കംഫർട്ടബിളായ രീതിയിൽ നിൽക്കുക. കാല് സ്വല്പം ഒരു 2-3 ഇഞ്ച് അകത്തി വെച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും സുഖകരമായ അവസ്ഥയിൽ നിൽക്കുക. കണ്ണടച്ച് ശരീരഭാരം രണ്ട് കാലിലേക്കും തുല്യമാക്കുന്നതിനായിട്ട് ഇനി ശരീരം പതുക്കെ ഒന്ന് മുന്നോട്ടൊന്നായ അപ്പോൾ നമ്മുടെ ശരീരഭാരം മുഴുവൻ ആ കാൽ വിരലുകളിലേക്ക് വരും. ലൈറ്റായിട്ടൊന്ന് മുന്നോട്ട് ആഞ്ഞ് ശരീരഭാരത്തെ മുഴുവൻ
കാലിൻ്റെ വിരലുകളിലേക്ക് വരുത്തുക. തിരിച്ചു വരിക, നടുവിലേക്ക് സെൻറ്ററിലേക്ക് വരിക. എന്നിട്ട് ഇനി പുറകോട്ട് ചെറുതായിട്ട് ചാഞ്ഞാൽ മതി, വളയരുത്. ചാഞ്ഞ് ആ ശരീരഭാരം ഉപ്പൂറ്റിയിലേക്ക് കൊണ്ടുവരിക. കൈയൊക്കെ ഫ്രീ ആയിട്ടിടുക. വീണ്ടും പതുക്കെ തിരിച്ചു വരിക, തിരിച്ച് സെൻറ്ററിലേക്ക് വരിക, നടുവിലേക്ക് വരിക. അതുപോലെ തന്നെ വലതുവശത്തേക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചാഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ശരീരഭാരം വലത് കാലിൻ്റെ വലത് വരെ പാദത്തിൽ നന്നായിട്ട് വരുന്നതൊക്കെ ഒന്ന് തിരിച്ചറിയുക. വീണ്ടും കം ബാക്ക് ടു ദ സെൻറ്റർ. ഗോ ടു ലെഫ്റ്റ്, ഇടതുവശത്തേക്ക് പോവുക. ഫീൽ ദ ഹോൾ ബോഡി വെയ്റ്റ് ഓൺ ദ ലെഫ്റ്റ് ഫുട്ട്, ലെഫ്റ്റ് സൈഡ്. ഇടത് പാദത്തിൽ ഇടതുവശം. വീണ്ടും നേരെ വരിക, സെൻറ്റർ. ഇപ്പോൾ നമ്മുടെ ശരീരഭാരം തുല്യമായി പാദത്തിലെമ്പാടും, പാദത്തിലാകെ പൂർണ്ണമായിട്ട് വന്നിട്ടുണ്ട്. ഇനി വളരെ പതുക്കെ വലത് കൈ ശരീരത്തിൻ്റെ അവിടെ നിന്ന് ഒരു ഇഞ്ച് 2 ഇഞ്ച് അങ്ങ് മുകളിലേക്ക് പൊങ്ങുക. സ്വാഭാവികമായിട്ട് പൊങ്ങണം. നമ്മൾ പൊക്കണതല്ല, സൈഡിൽ കൂടെ, മുന്നിലൂടെയല്ല, സൈഡിലൂടെ സാവകാശം നമ്മുടെ വലത് കൈ മുകളിലേക്ക് പൊങ്ങുക. പൊങ്ങുമ്പോൾ നമ്മൾ ആ ഭൂഗുരുത്വ ആകർഷണമൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. വീണ്ടും പതുക്കെ, വളരെ പതുക്കെ, സാവകാശം ആ ഷോൾഡർ ലെവലിലെത്തുക. ഷോൾഡർ ലെവലിലേക്ക് സാവകാശം എത്തിക്കഴിയുമ്പോൾ ആ ഷോൾഡറിൻ്റെ അവിടേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ആ വലത് കൈ ആകെ ഒന്ന് നിരീക്ഷിക്കുക. ഇനി വലത് കൈപ്പത്തി തിരിക്കുക, കൈപ്പത്തി മുകളിലേക്കാക്കുക. വലത് കൈപ്പത്തി മുകളിലേക്ക് വന്നു. വീണ്ടും കണ്ടിന്യൂ ലിഫ്റ്റിംഗ് അപ്പ്. മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കണ്ണടച്ച് നമ്മുടെ ശരീരത്തിലേക്ക് ശ്രദ്ധിക്കണം. കൈയുടെ ഭാരം, രക്തചംക്രമണം താഴേക്ക്, ദ ബ്ലഡ് ഫ്ലോ ഗോയിങ് ഡൗൺ. മുകളിലേക്ക് വന്നിട്ട് ശരിക്കൊന്നങ്ങ് വലിക്കണം. ചെവിയും ആ ബൈസെക്സ് മസിൽ, ചെവിയും കൈയുടെ പേശിയും കൂടെ ഒരുമിച്ച് വരാൻ പാകത്തിന് നന്നായിട്ടങ്ങ് വലിക്കുക. സ്ട്രെച്ച് അപ്പ് പതുക്കെ നന്നായിട്ട് വലിച്ചു. ആ വലിവോടുകൂടി തന്നെ സാവകാശം ഇടതുവശത്തേക്ക് വളയണം. ഇടതുവശത്തേക്ക് പതുക്കെ വളയുക. നിങ്ങൾ അധികമൊന്നും ആയാസം എടുക്കണ്ട. എത്രത്തോളം നിങ്ങൾക്ക് വളയാം അത്രയും വളഞ്ഞാൽ മതി. പക്ഷെ പതുക്കെ ആയിരിക്കണം, വളരെ സാവകാശം. ചെവിയും കൈയും ചേർന്നിരിക്കണം. കൈമുട്ട് പരമാവധി നിവർന്നു വരട്ടെ. പതുക്കെ ചെരിഞ്ഞങ്ങനെ നിന്നു. അങ്ങനെ നിന്നുകൊണ്ട് നല്ലൊരു ശ്വാസം എടുത്തിട്ട് ഉകാരം ഉച്ചരിക്കുക. ഓ. ഓക്കെ, വളരെ പതുക്കെ നിവർന്നു വരിക. ആ നട്ടലിനും അവിടുത്തെ പേശികൾക്കൊക്കെ ഉണ്ടാവുന്ന വ്യത്യാസമൊക്കെ ഒന്ന് തിരിച്ചറിയുക. ഒന്നുകൂടെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് വലിക്കണം. പതുക്കെ വലിച്ചാൽ മതി. സാവകാശമായിരിക്കണം വലിവ് മാക്സിമം ഉണ്ടാവണം, പക്ഷേ സാവകാശമായിരിക്കണം. ഇനി ആ വലിവോടുകൂടി പതുക്കെ കൈ താഴേക്ക് സാവകാശം, ഡിഗ്രി ബൈ ഡിഗ്രി ഓരോ ഇഞ്ചും അറിഞ്ഞ് താഴേക്ക് വരണം. താഴേക്ക് വരുമ്പോൾ കൈയുടെ അവിടെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ചെറിയ സ്ലൈറ്റ് പെയിൻ ഒക്കെ തിരിച്ചറിയുക. ഫീൽ ദ ഗ്രാവിറ്റേഷൻ പവർ. ഷോൾഡർ ലെവൽ എത്തുമ്പോൾ പതുക്കെ കൈപ്പത്തി ഒന്ന് തിരിച്ച് താഴേക്കാക്കുക. സാവകാശതാക്കി വീണ്ടും കൈ താഴേക്ക് കണ്ടിന്യൂ. പതുക്കെ താഴേക്ക്, നമ്മളറിയാതെ തന്നെ കൈ താഴേക്ക് വരും, ഫ്രീ ആവും. ഇനി ഇടതും വലതും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക. നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ഇടതുവശവും വലതുവശവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക. അതുപോലെ തന്നെ ഇടതു കൈ സാവകാശം പൊങ്ങട്ടെ. പതുക്കെ ഓരോ ഇഞ്ചും അറിഞ്ഞ് അനുഭവിച്ച് ഉയർന്ന് വെരി സ്ലൈറ്റ് എഫേർട്ട്, ചെറിയ പ്രയത്നത്തിൽ ഉയർന്ന് വരിക. ഷോൾഡർ ലെവലിലെത്തുമ്പോൾ ഒന്ന് നിർത്തിയിട്ട് കൈപ്പത്തി പതുക്കെ ഒന്ന് തിരിക്കുക. ആ തിരിക്കുമ്പോൾ ഒക്കെ ഉള്ള വ്യത്യാസം ഉള്ളിലൊന്ന് തിരിച്ചറിയണം.
എന്നിട്ട് ആ ഇടതുവശത്തേക്ക് നന്നായിട്ടൊന്ന് വലിച്ച് വീണ്ടും പതുക്കെ മുകളിലേക്ക് വളരെ പതുക്കെ. ആ ഇടത് ഷോൾഡറിലൊക്കെ ഒരു ചെറിയ വേദന. ബ്ലഡ് ഫ്ലോ ഗോയിങ് ഡൗൺ, കമ്മിങ് അപ്പ്. പതുക്കെ പൊങ്ങി. ഇടത് കൈ ചെവിയും ഇടത് കൈയുടെ മസിലും ചേർന്ന് ഇനി മുകളിലേക്ക് നന്നായിട്ടൊന്ന് വലിച്ചു. സ്ട്രെച്ചിങ് അപ്പ് അപ്പ് അപ്പ്. ആ സ്ട്രെച്ചോടുകൂടി പതുക്കെ ശരീരം മൊത്തം അരക്കെട്ടിൻ്റെ അവിടെ നിന്ന് വലതുവശത്തേക്ക് വളയണം. അപ്പോൾ ഇടത് കൈയൊക്കെ വലത് കൈ അങ്ങ് അയച്ച് തളർത്തി താഴേക്ക് തൂക്കിയിട്ടേക്കണം. പതുക്കെ നമ്മുടെ ശരീരം വലതുവശത്തേക്ക് വളയുന്നു. അരക്കെട്ട് അവിടെയുള്ള വേദന എല്ലാം ഒന്ന് തിരിച്ചറിയുക. പേശികളുടെ വലിച്ചിലെല്ലാം ഒന്ന് നിരീക്ഷിക്കുക. ഇടത് കൈമുട്ട് ശരിക്കും നിവർത്തി പിടിക്കുക. ഇടത് കൈപ്പത്തി താഴേക്ക് തിരിച്ച് പിടിക്കണം. ഇനി നന്നായിട്ട് ശ്വാസം എടുത്തു. ഉകാരം. ഓ സാവകാശം നിവരും. ഒറ്റയടിക്ക് നിവരരുത്, പതുക്കെ നിവർന്നു വരിക. ആ വേദനയും വലിച്ചിലും ഒക്കെ പതുക്കെ മാറി. ഇടതുവശത്തെ അമർച്ചയും വലിച്ചിലും വലതുവശത്തെ അമർച്ചയും ഒക്കെ മാറി. ഒന്നുകൂടെ മുകളിലേക്ക് നന്നായിട്ട് വലിക്കും. ആ ചെവി മസിലും ചേർന്ന് വരട്ടെ. ആ വലിച്ചിലോടുകൂടി പതുക്കെ ഡിഗ്രി ബൈ ഡിഗ്രി ഡൗൺ, സാവകാശം താഴേക്ക്. Feel the whole hand weight moving down. വളരെ പതുക്കെ താഴേക്ക് വരുമ്പോൾ ബ്ലഡ് ഫ്ലോ ഗോയിങ് ഡൗൺ. ഷോൾഡർ ലെവലിൽ കൈപ്പത്തി താഴേക്കൊന്ന് തിരിച്ചു. ഒന്നുകൂടെ വശത്തേക്കൊന്ന് വലിച്ച് പതുക്കെ കൈ താഴേക്ക് സ്വാഭാവികമായിട്ടങ്ങ് വന്നത്. ഒരു മാഗ്നറ്റിക് എഫക്റ്റിൽ കൈ ശരീരത്തോട് ചേർന്ന് വരുന്നു. ഒരു കാന്തിക ആകർഷണം പോലെ സാവകാശം. വീണ്ടും രണ്ട് വശവും ഒന്നുകൂടെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ബോത്ത് സൈഡ് ബാലൻസ്ഡ്, എനർജൈസ്ഡ്. രണ്ട് സൈഡിലും ശരീരത്തിൻ്റെ ബ്ലോക്കുകളൊക്കെ മാറി ഊർജപ്രവാഹം ഒക്കെ ഒന്ന് തിരിച്ചറിയാം. ഇനി അങ്ങനെ തന്നെ ആ നിന്ന നിപ്പിൽ അരക്കെട്ട് നമ്മുടെ പൃഷ്ഠഭാഗം ഒന്ന് പുറകോട്ടാക്കിയിട്ട് മുന്നോട്ട് വലിഞ്ഞ് കൈ ശരീരത്തിന് താഴേക്ക് അങ്ങ് അയച്ചിടുക. താഴേക്ക് അരക്കെട്ടിൻ്റെ അവിടെ നിന്ന് വലിഞ്ഞ് നട്ടെല്ല് മുന്നോട്ട് വലിഞ്ഞ് താഴേക്ക് പതുക്കെ കൈ രണ്ട് അയച്ചങ്ങിട്ടേക്കുക. രണ്ട് കൈയും അങ്ങ് ഞാന്ന് കിടക്കും. നമ്മൾ ഭൂമി നമ്മളെ താഴേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന പോലെ നമ്മുടെ തല പതുക്കെ താഴേക്ക് പോകണം. താഴേക്ക് പോട്ടെ, പരമാവധി താഴേക്ക് പോകട്ടെ. ബലം പിടിച്ച് ഒരുപാട് വലിക്കണം എന്നല്ല, സ്വാഭാവികമായിട്ട് ആ ശരീരം താഴേക്ക് അങ്ങ് ഒടിച്ച് വാഴത്തണ്ട് ഒടിച്ചിട്ടേക്കും പോലെ അങ്ങ് താഴേക്ക് ഒടിഞ്ഞങ്ങ് കിടക്കുക. കാലിൻ്റെ മുട്ട് ചെറുതായിട്ടൊന്ന് നിവർത്തി പിടിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. കൈ രണ്ടും ഫ്രീ ആയിട്ട് അയഞ്ഞ് തളർന്നങ്ങ് കിടക്കട്ടെ. ഇനി തലയുടെ അവിടേക്കുള്ള ബ്ലഡ് ഫ്ലോ, ഹാർട്ടിൻ്റെ അവിടുത്തേത്, നമ്മുടെ തൊടയുടെ വലിച്ചിൽ, എല്ലാ ശരീരത്തിൻ്റെ ചേഞ്ച് എല്ലാം ഒന്ന് നിരീക്ഷിക്കുക. ശ്വാസം നല്ലപോലെ എടുത്തിട്ട് ഒരു മകാരം, ഇൻഹേൽ, ഇനി അതുപോലെ തന്നെ ആദ്യം തല ചെറുതായിട്ടൊന്ന് പൊക്കുക, എന്നിട്ടൊന്ന് മുന്നോട്ട് വലിഞ്ഞ് നെഞ്ച് പതുക്കെ ഉയർന്നു വരിക. വയറ് തൊടയിൽ നിന്നങ്ങോട്ട് വിട്ടു വരുന്നു. നമ്മൾ വളരെ പതുക്കെ ഒരു പഞ്ഞിക്കെട്ട് പോലെ
അപ്പൂപ്പൻ താടി പോലെ മുകളിലേക്ക് തല പൊങ്ങി ശരീരം ഉയർന്ന് പതുക്കെ വരിക. കൈയൊക്കെ അയച്ച് തന്നെ ഇടുക. ഷോൾഡർ കൈയെല്ലാം അയഞ്ഞ് തളർന്ന് വീണ്ടും ശരീരത്തിലേക്കൊന്ന് നിരീക്ഷിക്കുക. എക്സ്പീരിയൻസ് ചേഞ്ചസ്, ഓരോ വ്യത്യാസങ്ങളും തിരിച്ചറിയുക. റിലാക്സ്ഡ്. ദ ഹെവിനെസ് ഗോസ് ഡൗൺ. തലയുടെ ഭാഗത്ത് നിന്ന് ഭാരം താഴേക്ക്. ബ്ലഡ് ഫ്ലോ ഗോയിങ് ഡൗൺ. റിലാക്സ്ഡ്. സാവകാശം നമ്മുടെ 2 അരക്കെട്ടിലൂടെ മുകളിലേക്ക് കൈപ്പത്തി വന്ന് അരക്കി വയ്ക്കുക. കൈമുട്ട് പതുക്കെ, വളരെ പതുക്കെ പുറകിലേക്ക് ചേർത്ത് നെഞ്ച് ശരിക്ക് വിരിക്കുക. ആ വിരിയുമ്പോൾ ഉള്ള വലിവൊക്കെ ഒന്ന് തിരിച്ചറിയുക. കാലിൻ്റെ മുട്ട് മടങ്ങാതെ അരയുടെ അവിടെ നിന്ന് താഴേക്ക് പുറകോട്ട് പതുക്കെ അങ്ങ് ചാഞ്ഞ് വളഞ്ഞു പോവുക. കൈമുട്ട് പുറകിൽ ചേർന്ന് വന്നം, കാൽമുട്ട് വളയാതെ പതുക്കെ അരയുടെ അവിടം കൊണ്ട് നട്ടെല്ലിനെ പുറകോട്ട് വളച്ച് നെഞ്ച് ശ്വാസകോശങ്ങളൊക്കെ നല്ലപോലെ പരന്ന് വിരിഞ്ഞ് അങ്ങനെ നിന്നുകൊണ്ട് നല്ലപോലെ ശ്വാസം എടുക്കുക. അകാരം ആ പതുക്കെ കഴുത്തൊന്ന് നിവർത്തുക. സാവകാശം അരക്കെട്ട് നട്ടെല്ലങ്ങ് നിവർന്ന് പതുക്കെ നിവർന്ന് ആ ടൈറ്റ്നെസ്സൊക്കെ ഒന്ന് മാറി അയഞ്ഞ് ശരീരാകെ അയഞ്ഞ് തളർന്ന് റിലാക്സ്. കൈ താഴേക്ക് കംപ്ലീറ്റ് ഒന്ന് അയച്ചിടുക. അങ്ങനെ തന്നെ നിന്ന നിപ്പിൽ പതുക്കെ കാൽമുട്ട് മടക്കി ശരീരത്തിൻ്റെ ഭാരം തുടയിലേക്കൊക്കെ വന്ന് തിരിച്ചറിഞ്ഞ് സാവകാശം അങ്ങിരിക്കുക. പതുക്കെ കൈ തറയിൽ കുത്തി പതുക്കെ താഴേക്ക് വന്ന് കൈ താഴയിൽ മുട്ടുമ്പോൾ കൈ തറയിലേക്ക് വെച്ചിട്ട് കൈ പുറകിൽ തറയിൽ വയ്ക്കുക. എന്നിട്ട് പതുക്കെ അരക്കെട്ടങ്ങ് എങ്ങനെ കാൽമുട്ട് മടക്കിക്കോ, പതുക്കെ തറയിലേക്ക് ഇരിക്കുക. വളരെ പതുക്കെ കണ്ണടഞ്ഞ് തന്നെ. കണ്ണ് തുറക്കുമ്പോൾ നമ്മുടെ അത്രയും ആ ധ്യാന എഫക്റ്റ് മാറിപ്പോകും. എന്നാലും വല്ലാതെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ തുറക്കണേ കൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ തന്നെ നിവർന്നിരുന്നു. അങ്ങനെ കൈമുട്ട് തറയിലേക്ക് ഊന്നി പതുക്കെ കാൽ നിവർത്തിയിരിക്കുക. കൈമുട്ട് തറയിലേക്ക് ഊന്നി പതുക്കെ അങ്ങ് കിടക്കുക. സാവകാശം കൈമുട്ടൂന്നി ഇനി പതുക്കെ ഷോൾഡർ തറയിലേക്ക് വെച്ചു. തലയുടെ പുറം ഭാഗം തറയിലേക്ക് വെച്ചു. കൈ 2 കുറച്ചകത്തി മലർത്തിയിടുക. കാലൊരൽപ്പം അകത്തി അയച്ചിടുക. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. മൂക്കിൻ്റെ ഭാഗത്തായിട്ട് വായു അകത്തേക്കും പുറത്തേക്കും പോകുന്നത് നിരീക്ഷിക്കുക. തണുത്ത വായു അകത്തേക്കും ചെറു ചൂടുള്ള വായു പുറത്തേക്കും വരുന്നു. ചൂടും തണുപ്പും മാറി മാറി മൂക്കിൽ അനുഭവപ്പെടുന്നു. വാംനെസ് ആൻഡ് കൂൾനെസ് ഓൺ യുവർ നോസ്ട്രിൽസ്. ഫീൽ യുവർ ബ്രെത്ത്. ഇനി ആ ശ്വാസത്തെ താഴേക്ക് നമ്മുടെ നെഞ്ച് ഭാഗത്തുനിന്ന് തിരിച്ചറിയാം. നെഞ്ചിൻ്റെ സങ്കോച വികാസങ്ങൾ. വീണ്ടും താഴേക്ക് ഉദരഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. വയറ് വീർക്കുന്നു, ചുരുങ്ങുന്നു. ശ്വാസം അകത്തേക്ക് പോകുമ്പോൾ വയറ് വീർക്കുന്നു. ശ്വാസം പുറത്തേക്ക് വരുമ്പോൾ വയറ് ചുരുങ്ങുന്നു. സ്വാഭാവികമായ ശ്വസനം. നമ്മളായിട്ടൊന്നും ചെയ്യണില്ല, വെറും നിരീക്ഷണം മാത്രം.
വയറ് വീർക്കുന്നു, ചുരുങ്ങുന്നു, ശ്വാസം അകത്തേക്ക് പോകുന്നു, പുറത്തേക്ക് വരുന്നു. ശ്വാസമെടുക്കുമ്പോൾ വയറ് വീർക്കുകയും ശ്വാസം കളയുമ്പോൾ വയറ് ചുരുങ്ങുകയും ചെയ്യുന്നു. ഈ നിരീക്ഷണം കൊണ്ട് തന്നെ നിങ്ങളുടെ ശ്വാസഗതി സാവധാനത്തിലായിക്കൊണ്ടിരിക്കുന്നു. സാവധാനത്തിലായ ശ്വാസത്തെ കൂടുതൽ ആഴത്തിലാക്കണം. അപ്പം നല്ലപോലെ ശ്വാസം എടുക്കുക, വയറ് ശരിക്ക് വീർപ്പിക്കുക. വളരെ പതുക്കെ പതുക്കെ ശ്വാസം കളയുക, വയറ് താഴ്ന്ന് താഴ്ന്ന് ചുരുങ്ങി എങ്ങി പൂർണ്ണമായിട്ട് കളയുക. വീണ്ടും ഇൻഹേൽ, എനർജൈസ്ഡ്. Exhale and relax. Breathe in. ശരീരത്തിലും മനസ്സിലും പ്രാണ ഊർജം നിറയുന്നു. Breathe out. ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും മാലിന്യങ്ങളെല്ലാം പുറത്തേക്ക് കളയുന്നു. നിഷേധ ചിന്തകൾ, വികാരങ്ങൾ, കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള മാലിന്യങ്ങൾ എല്ലാം പുറത്തേക്ക് കളയുന്നു, ശുദ്ധീകരിക്കുന്നു. കണ്ടിന്യൂ ദ ഡീപ് ബ്രീതിങ്. ഇൻഹേൽ and exhale. Feel the lightness. Relax. നന്നായിട്ട് ശ്വാസം എടുത്തിട്ട് അകാരം. ഇൻഹേൽ. Then സാവകാശം കാല് രണ്ടും ചേർത്ത് വയ്ക്കുക. കൈ രണ്ടും ഇരുവശത്തേക്കും ചേർത്ത് വെച്ചിട്ട് വലത് കൈ തലയ്ക്ക് മുകളിലേക്ക് കൊണ്ടുവരിക. ഇടത് കാലും മടക്കുക, വലതുവശത്തേക്ക് ചെരിയുക. ഇടത് കാലും മടക്കി വെച്ചിട്ട് വലതുവശത്തേക്ക് ചെരിഞ്ഞ് വലത് കൈ തറയിൽ ഊന്നി കണ്ണടച്ച് തന്നെ പതുക്കെ എഴുന്നേറ്റിരിക്കുക. കാല് നിവർത്തിയിരിക്കുക. കാല് നിവർന്ന് തന്നെ ഇരിക്കട്ടെ. ഇനി പതുക്കെ വലത് കാലും മടക്കി കാല് ഉപ്പൂറ്റിയിലേക്ക് കയറിയിരിക്കുക. വലത് കാലിൻ്റെ ഉപ്പൂറ്റിയിലേക്ക് വലത് കാലും മടക്കി മറ്റേ കാലം നിവർത്തിയേക്ക്. അടുത്ത കാലം മടക്കുക, എന്നിട്ട് അതിൻ്റെ ഉപ്പൂറ്റിയിലേക്ക് കയറിയിരിക്കുക. അപ്പോൾ വജ്രാസനത്തിലേക്ക് വരും. നമ്മൾ കണ്ണടച്ച് തന്നെ ഒടിക്കുക. കാലും മടക്കി നമ്മൾ ഉപ്പൂറ്റിയിലേക്ക് ഇരിക്കുന്നു, അടുത്ത കാലും മടക്കി ഉപ്പൂറ്റിയിലേക്ക് ഇരുന്നു, വജ്രാസനമായി. ആ വജ്രാസനത്തിൽ നിങ്ങൾക്ക് പറ്റണ പോലെ ഇരുന്നാൽ മതി, അധികം നേരമൊന്നും ഇരിക്കണ്ട. കൈ രണ്ടും പുറയിലേക്ക് പതുക്കെ രണ്ട് കൈയും പുറയിലേക്ക് കൊണ്ടുവന്നിട്ട് വലത് കൈയിൽ ഇടത് കൈ കൊണ്ട് പിടിക്കുക. വലത് കൈയുടെ മണിബന്ധത്തിൽ ഇടത് കൈ കൊണ്ട് പിടിക്കുക. പിടിച്ചിട്ട് പതുക്കെ ആ കൈമുട്ട് രണ്ടും താഴേക്ക് അങ്ങോട്ട് വലിച്ച് ഒന്ന് അമർത്തുക. ഷോൾഡർ താഴേക്ക് കൊണ്ടുപോവുക. നട്ടെല്ല് മുകളിലേക്ക് വലിക്കുക. സാവകാശം എല്ലാം. എന്നിട്ട് അത് പതുക്കെ മുന്നോട്ടങ്ങ് വരിക. വയറ് തൊടയിലേക്ക് കൊണ്ടുവരിക. നെഞ്ച് കാൽമുട്ടിലേക്ക് കൊണ്ടുവരിക. പതുക്കെ പതുക്കെ താഴേക്ക് താഴേക്ക് ശരീരത്തിൻ്റെ ഓരോ ഭാഗം അമർന്നമർന്നു എന്നത് തിരിച്ചറിയുക. എന്നിട്ട് സാവകാശം ആ നെറ്റി കൊണ്ടുവന്ന് തറയിലേക്ക് അങ്ങ് ഇട്ടേക്കുക. നെറ്റിയെ തറയിൽ മുട്ടിയില്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എത്ര പറ്റണോ അത്രയും രീതിയിൽ അങ്ങ് താത്തി അങ്ങ് ഇട്ടേക്കുക. ആ ഷോൾഡർ കൈ അങ്ങനെ തന്നെ പിടിക്കണം, പക്ഷെ ഷോൾഡർ ഒന്ന് അയച്ചിടണം. ഉപ്പൂറ്റിയിൽ അമർന്നിരിക്കണം. പതുക്കെ അങ്ങനെ ഇരുന്നുകൊണ്ട് ശശാങ്കാസനത്തിൽ നന്നായിട്ടൊരു ശ്വാസം എടുത്ത് മകാരം
റിലാക്സ്ഡ്. പതുക്കെ ആദ്യം തല പൊക്കുക, കഴുത്തൊന്ന് അങ്ങോട്ട് നിവർത്തി പൊക്കുക, ഒന്ന് മുന്നോട്ട് വലിഞ്ഞുകൊണ്ട് തന്നെ നെഞ്ച് കാൽമുട്ടിൽ നിന്ന് പൊക്കുക, പതുക്കെ പതുക്കെ വയറ് തുടയിൽ നിന്ന് പൊങ്ങി പൊങ്ങി നിവർന്നങ്ങ് വരിക, സാവകാശം. എന്നിട്ട് ആ കൈ രണ്ടും പതുക്കെ ഒന്ന് അയച്ച് രണ്ട് തുടയിലേക്ക് കമഴ്ത്തി അങ്ങ് വയ്ക്കുക. പതുക്കെ മതി, സാവകാശം. ഓരോ മൂമെൻറ്റ്സും നമ്മൾ അറിഞ്ഞ് ചെയ്യണം. ബി അവെയർ എവറി മൂമെൻറ്റ്. പതുക്കെ കാൽമുട്ടിൽ എഴുന്നേറ്റ് നിൽക്കണം, സാവകാശം. നമ്മുടെ പൃഷ്ഠഭാഗം ബട്ടക്സ് ഉയർത്തി, അപ്പോൾ ആ കാലിൻ്റെ തുടയുടെ പേശിയുടെ അവിടേക്കുള്ള വ്യത്യാസമൊക്കെ ഒന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ഓരോ വേദനകൾ, സ്ട്രെച്ചൊക്കെ. നിവർന്നു വന്നു, കൈ രണ്ടും അരക്കി കൊടുത്തിട്ട് കൈമുട്ട് പുറയിലേക്ക് ചേർത്ത് പിടിച്ച് നെഞ്ച് വിരിച്ച് പതുക്കെ പുറകോട്ട് വളയുക. പറ്റുന്നവർ കൈപ്പത്തി ഉപ്പൂറ്റിയിലേക്ക് വയ്ക്കാം. ഉഷ്ട്രാസനം. പറ്റണില്ലെങ്കിൽ നിങ്ങളപ്പോൾ കൈ അവിടെ തന്നെ പിടിച്ചുകൊണ്ട് പുറകോട്ടൊന്ന് വളഞ്ഞ് നിൽക്കാം. പറ്റുന്നവർ കൈ ഉപ്പൂറ്റിയിലേക്ക് വയ്ക്കാം. ഉഷ്ട്രാസനത്തിലൊന്ന് നിന്നിട്ട് നന്നായിട്ട് ശ്വാസം എടുത്തു. അകാരം പതുക്കെ നിവർന്ന് നട്ടല് പതുക്കെ ആദ്യം കഴുത്ത്, പിന്നെ നട്ടല്, നെഞ്ച് നിവർന്ന് കാൽമുട്ടി തന്നെ നിൽക്കുക. കൈ അയച്ച് താഴേക്കിടുക. അരക്കെട്ടിൻ്റെ അവിടെ നിന്ന് കൈ താത്തിയിട്ടു. പതുക്കെ ഉപ്പൂറ്റിയിലേക്ക് ഇരിക്കുക. വളരെ സാവകാശം, നേരത്തെ വന്ന പോലെ തന്നെ പതുക്കെ ഉപ്പൂറ്റിയിലേക്ക് ഇരുന്നു. ഒരു കാല് ആദ്യം ഇടത്തെ കാല് റിലീസ് ചെയ്യുക, നിവർത്തി വയ്ക്കുക. പതുക്കെ, പെട്ടെന്നൊന്നും വേണ്ട, കണ്ണടച്ച് പിടിച്ചുകൊണ്ട് സാവകാശം നിവർത്തി വെച്ചു. അടുത്ത കാല് നിവർത്തി, ഇടത്തെ ബട്ടക്സിൽ നിന്ന് അതും നിവർത്തി. പതുക്കെ അങ്ങ് കിടക്കുക. പതുക്കെ കൈമുട്ട് തറയിലൂന്നി, ഷോൾഡർ തറയിലേക്ക് വെച്ചു, കിടന്നു. കാലകത്തിയിട്ടു, കൈയകത്തി മലർത്തിയിട്ടു. ശരീരമാകെ ഒന്ന് നിരീക്ഷിക്കുക. ഫീൽ യുവർ ഹോൾ ബോഡി. ശരീരത്തിൻ്റെ ഈച്ച് ആൻഡ് എവറി മസിൽസ്, ജോയിൻറ്റ്സ് ലൂസൻഡ്, കൊളാപ്സ്ഡ് ആൻഡ് റിലാക്സ്ഡ്. ആദ്യം നമുക്ക് കാൽ വിരലിൽ നിന്ന് തുടങ്ങാം. രണ്ട് കാലിലെ വിരലുകൾ, തള്ളവിരൽ, ചെറുവിരലുകളെല്ലാം അയച്ച് തളർത്തിയിടുക. കാലിൻ്റെ വിരലുകളൊക്കെ ചെറുതായിട്ടൊന്ന് ചലിപ്പിച്ചിട്ട് അങ്ങോട്ട് അയച്ചിടുക. കാൽവെള്ളയുടെ ദ സോൾസ്, കാൽവെള്ളയിൽ നേരിയ തണുപ്പ് അനുഭവപ്പെടുന്നത് തിരിച്ചറിയാം. റിലാക്സ് യുവർ സോൾസ്. കാൽവെള്ളകളെല്ലാം അയച്ച് തളർത്തിയിടുക. ഉപ്പൂറ്റി റിലാക്സ്ഡ്. ദ ആങ്കിൾ ജോയിൻറ്റ്സ്, ആ ഉപ്പൂറ്റിക്ക് മുകളിലുള്ള സന്ധികൾ, കണങ്കാൽ സന്ധികൾ അയച്ച് ലൂസൻഡ്. കണങ്കാൽ പേശികൾ തളർത്തിയിടുക. ഷിൻ ബോൺസ്, കണങ്കാലിൻ്റെ ആ എല്ലുകളെല്ലാം മനസ്സിൽ കാണുക, അയച്ചങ്ങിടുക. കാൽമുട്ടിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരിക. ഇടത് കാൽമുട്ടും വലത് കാൽമുട്ടും അയച്ച് ജോയിൻസ് ലൂസൻഡ്. കാൽമുട്ടിലെ ജോയിൻസൊക്കെ അയച്ച് തളർത്തി കാലിൻ്റെ ആ ചിരട്ട ഒന്ന് ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് ടൈറ്റൻ ചെയ്തിട്ട് അങ്ങോട്ട് അയച്ചിടുക. The entire knees are relaxed. Thigh muscles, തുട പേശികൾ, back of the thigh, sides of the thigh, right side and the left side of the thigh, front of the thigh, upper part. Entire thigh muscle, തുട പേശികളാകെ
വിശ്രാന്തി. അയച്ച് തളർത്തി റിലാക്സ്ഡ്. അരക്കെട്ട്, അരക്കെട്ടിലെ പേശികൾ, ദ വേസ്റ്റ് മസിൽസ് കൊളാപ്സ്ഡ്. വേസ്റ്റ് ജോയിൻറ്റ്സ്, അരക്കെട്ടിലെ സന്ധികൾ അയച്ചിടുക. കാൽ വിരലുകൾ മുതൽ അരക്കെട്ട് വരെയുള്ള ശരീരത്തിൻ്റെ കീഴ്ഭാഗം ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക. The lower part of the body is more relaxed. Relax your entire lower region. Have a deep breath and chant Akara. ഇനി മിഡിൽ പാർട്ട് ഓഫ് ദ ബോഡി. ഉദരപേശികളിലേക്ക് ശ്രദ്ധിക്കുക. വയറ് വീർക്കുന്നു, ചുരുങ്ങുന്നു. ജസ്റ്റ് ഫീൽ യുവർ അബ്ഡമൻ മസിൽസ് ആൻഡ് കൊളാപ്സ്ഡ്. ഉദരപേശികളെല്ലാം തളർത്തിയിടുക. നെഞ്ച് ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. ദ ചെസ്റ്റ് മസിൽ, തിക്ക് ചെസ്റ്റ് മസിൽസ് കൊളാപ്സ്ഡ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഇടതുവശത്തും വലതുവശത്തുമുള്ള ഘനമുള്ള നെഞ്ച് പേശികളെ പൂർണ്ണമായും അയച്ച് തളർത്തിയിടുക. ഇടത് പള്ളയിലെ ഇടതുവശത്തെ പേശികൾ, ഇടത് പള്ളയിലെ പേശികൾ കൊളാപ്സ്ഡ്. വലത് പള്ളയിലെ പേശികളും അയച്ച് തളർത്തിയിടുക. പുറം ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. ദ ലോവർ ബാക്ക്, മിഡിൽ ബാക്ക് ആൻഡ് ദി അപ്പർ ബാക്ക്. പുറം ഭാഗത്തെ പേശികളെല്ലാം അയച്ച് തളർത്തി. നട്ടെല്ല് താഴെ നിന്ന് മുകളിലേക്ക് ഓരോരോ കശേരുക്കൾ അയച്ച് തളർത്തിയിടുക. ലോവർ, മിഡിൽ ആൻഡ് ദ ഡോർസൽ ബാക്ക്. സ്പൈൻ, എൻ്റെ സ്പൈൻ ലൂസൻഡ്. നട്ടെല്ലിൻ്റെ ഇരുവശത്തുമുള്ള പേശികൾ തളർത്തിയിട്ടിരിക്കുന്നു. നട്ടെല്ല് പൂർണ്ണമായും അയച്ചിട്ടിരിക്കുന്നു. തോൾ പേശികളും അയച്ച് തളർത്തിയിടുക. വലത്തെ തോള്, ഇടത് തോളും. രണ്ട് തോൾ പേശികളും തോൾ പലകകൾ, തോൾ സന്ധികൾ എല്ലാം അയച്ച് തളർത്തി. എൻ്റെ ഷോൾഡർ റീജിയൻ റിലാക്സ്ഡ്. അപ്പർ ആംസ്, മേൽക്കൈകൾ തളർത്തിയിടുക. കൈമുട്ടിലെ സന്ധികൾ അയച്ചിടുക. കീഴ്ക്കൈകൾ റിലാക്സ്ഡ്. ഫോർ ആംസ്, റിസ്റ്റ് ജോയിൻസ്, മണിബന്ധത്തിലെ സന്ധികൾ അയച്ചിടുക. കൈപ്പത്തി, കൈവെള്ള, കൈവിരലുകൾ എല്ലാം അയച്ച് ദ ടിപ്പ് ഓഫ് ദ ഫിംഗേഴ്സ് റിലാക്സ്ഡ്. ആന്തരിക അവയവങ്ങളെല്ലാം മനസ്സിൽ കാണുക. ഓരോന്നായിട്ട് അയച്ച് തളർത്തിയിടുക. വൻകുടൽ, ചെറുകുടൽ, പാൻക്രിയാസ്, ഡയഫ്രം, ആമാശയം, ദ സ്റ്റൊമക്ക്, കിഡ്നി, liver, lungs and the heart. Entire inner organs are relaxed. കഴുത്ത് മുതൽ അരക്കെട്ട് വരെയുള്ള ശരീരത്തിൻ്റെ മധ്യഭാഗം പൂർണ്ണ വിശ്രമാവസ്ഥയിലായിരിക്കുന്നു. നന്നായിട്ട് ശ്വാസം എടുത്തൊരു ഉകാരം. Relax your entire middle region. ഇനി മുകൾ ഭാഗം, അപ്പർ റീജിയൻ, കഴുത്തിലെ പേശികൾ സന്ധികളെല്ലാം അയച്ച് തളർത്തി. ദ നെക്ക് റീജിയൻ റിലാക്സ്ഡ്. ചിൻ, താടി അയച്ചിടുക.
കവിൾ പേശികൾ തളർത്തിയിടുക. ചെവി, ഇടത്തെ ചെവി വലത്തെ ചെവി. റിലാക്സ്ഡ് ബോത്ത് ഇയേഴ്സ്. ഐസ്, eyeballs, eye muscles, nerves on the eyes. Entire visual system relaxed. കൺഗോളങ്ങൾ, കണ്ണിന് ചുറ്റുമുള്ള പേശികൾ എല്ലാം അയച്ച് തളർത്തി. നെറ്റി, നോ ടെൻഷൻ, നോ റിങ്കിൾസ്, ചുളിവുകളൊന്നുമില്ലാതെ റിലാക്സ്ഡ് യുവർ ഫോർഹെഡ്. A smiling face. Lips, tongue, വായ കടിച്ചു പിടിച്ചെണ്ണയൊക്കെ അയച്ചിടുക. The heaviness of the tongue goes away. നാക്ക്, ചുണ്ട് എല്ലാം അയച്ച് പുഞ്ചിരിക്കുന്ന പ്രസന്നമായ മുഖം. Sides of the head, right side and the left side. Back of the head, തറയിൽ അമർന്നു കിടക്കുന്ന തലയുടെ ഭാഗം, നെറുക, തലച്ചോറ് എല്ലാം അയച്ച് തളർത്തി. Entire head region relaxed. Upper part of the body fully relaxed. ശ്വാസം എടുക്കുക, മകാരം. The upper body fully relaxed. കാൽ വിരലുകൾ മുതൽ മുകളിലേക്ക് നെറുക വരെ ശരീരത്തെ ആകെ ഒന്ന് നിരീക്ഷിക്കുക. ഫീൽ യുവർ ഹോൾ ബോഡി. എല്ലാ പേശികളും തളർത്തി സന്ധിബന്ധങ്ങളെല്ലാം അയച്ച് ശരീരം പൂർണ്ണ വിശ്രമാവസ്ഥയിലായിരിക്കുന്നു. ശ്വാസമെടുത്ത് അകാര, ഉകാര, മകാരങ്ങൾ ഒരുമിച്ച്. Relaxed your whole body. നിങ്ങളുടെ ശരീരം പൂർണ്ണ വിശ്രമാവസ്ഥയിലായിരിക്കുന്നു. നിങ്ങൾ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായി സങ്കല്പിക്കുക. നിങ്ങളും ശരീരവും രണ്ടായി മാറിയിരിക്കുന്നു. നിങ്ങളുടെ ശരീരം പൂർണ്ണ വിശ്രമാവസ്ഥയിൽ തറയിൽ കിടക്കുന്നു. നിങ്ങൾ മുകളിൽ നിന്ന് വിശ്രമാവസ്ഥയിൽ കിടക്കുന്ന ശരീരത്തെ കാണുന്നു. നിങ്ങളൊരു അപ്പൂപ്പൻ താടി പോലെ മുകളിലേക്ക് പറന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. വളരെ ഭാരം കുറഞ്ഞ ലാഘവത്വമുള്ള ഒരു തൂവൽ പോലെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അനന്തമായ ആകാശം, സുഖകരമായ നിശബ്ദത, അതിരുകളില്ലാത്ത അനന്തമായ ആനന്ദം. ഈ അനന്താനന്ദത്തിലേക്ക് ലയിച്ചു ചേരുക.
ഈ സുഖകരമായ അനന്തമായ ആനന്ദത്തോടുകൂടി നിങ്ങളുടെ ബോധത്തെ തിരികെ ശരീരബോധത്തിലേക്ക് ഫീൽ ദ സൗണ്ട്സ് അറൗണ്ട്. തറയിൽ അമർന്ന് കിടക്കുന്ന ശരീരം. ഫീൽ യുവർ ബോഡി വിത്ത് യുവർ ഹാർട്ട് ബീറ്റ്സ്. ഹൃദയസ്പന്ദനങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയിലെ ഹൃദയസ്പന്ദനങ്ങൾ, ഹൃദയത്തിൽ നിന്ന് ശരീരത്തിലാകെയുള്ള രക്തചംക്രമണം, ദ സെൻസിറ്റിവിറ്റി ഓഫ് ദ സ്കിൻ, തൊലിയിലുണ്ടാകുന്ന സ്പർശനത്വം, തറയിൽ അമർന്ന് കിടക്കുന്ന ശരീരം, കാറ്റിൻ്റെ തണുത്ത വായു സ്പർശിക്കുന്നത്, ശ്വാസോച്ഛ്വാസം, ശരീരമാകെ തിരിച്ചറിയുക. ഹാവ് എ ഡീപ് ബ്രെത്ത് ആൻഡ് ചാൻറ്റ് ഓം. വീണ്ടും ഇൻഹേൽ. Once again. പതുക്കെ കൈവിരലുകളും കാൽവിരലുകളും ഒക്കെ ഒന്ന് ചലിപ്പിക്കുക. കൈവിരലൊന്ന് മുറുക്കുക, നിവർത്തുക. കാൽവിരലൊന്ന് മടക്കുക, നിവർത്തുക. തല രണ്ട് സൈഡിലേക്കൊന്ന് ഉരുട്ടുക, സാവകാശം. കാല് രണ്ടും ചേർത്ത് വയ്ക്കുക. വലത് കൈ തലയ്ക്ക് മുകളിലേക്ക് വെച്ച് ഇടത് കാല് മടക്കി വലതുവശത്തേക്ക് ചെരിഞ്ഞ് ഇടത് കൈ തറയിൽ ഊന്നി പതുക്കെ കണ്ണടച്ചുകൊണ്ട് തന്നെ എഴുന്നേറ്റിരിക്കുക. ഇനി ഇരിക്കുമ്പോൾ കാലൊക്കൊന്ന് മടക്കി സുഖകരമായ ആസനത്തിലിരിക്കുക. നീണ്ടു നിവർന്ന് വീണ്ടും ഒന്ന് ശ്വാസം എടുക്കുക. ഓങ്കാരം. ഓ കൈപ്പത്തി രണ്ടും ചേർത്ത് നമസ്കാരമുദ്ര. സർവേ ഭവന്തു. ഒരുമിച്ച്. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. കൈ രണ്ടൊന്ന് കൂട്ടി തിരുമ്മി ചൂടാക്കി കപ്പ് പോലെ ആക്കിയിട്ട് കണ്ണിന് മുകളിലേക്ക് വയ്ക്കുക. കണ്ണൊന്ന് ചിമ്മി തുറക്കുക. പതുക്കെ നെറ്റി, കവിള്, മുഖം, കഴുത്ത്, നെഞ്ചൊക്കെ ഒന്ന് തടവി സർവേ ഭവന്തു സുഖിന, എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. സർവേ സന്തു നിരാമയ, ആമയങ്ങൾ കഷ്ടപ്പാടുകളൊന്നും ആർക്കും നിരാമയം, ആമയങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, വേദനകളൊന്നും ഇല്ലാതിരിക്കട്ടെ. സർവേ ഭദ്രാണി പശ്യന്തു, എന്തെല്ലാം നമ്മുടെ മുന്നിലേക്ക് വരുന്നു എല്ലാം ഭദ്രമായിട്ടിരിക്കട്ടെ. ഭദ്രാണി പശ്യന്തു, കാണുന്നതെല്ലാം ഭദ്രമായിട്ടിരിക്കട്ടെ. ബി പോസിറ്റീവ് ടു എവറിത്തിങ്. മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേ, ദുഃഖത്തിൻ്റെ ഒരു ഭാഗം പോലും ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും മാത്രം
എനിക്കും എൻ്റെ കൂട്ടുകാർക്കും മാത്രം. അങ്ങനെയല്ല. സർവേ ഭവന്തു സുഖിനഃ. ഈ സുഖത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? അതൊരാൾക്കായിട്ട് തരാൻ പറ്റില്ല. ഞാൻ സുഖമായിട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ സുഖമായിട്ടിരിക്കണം. എൻ്റെ സുഖം എൻ്റെ ചുറ്റുപാടുകളും സുഖമായിട്ടിരിക്കുമ്പോഴേ ലഭ്യമാവും. അതുകൊണ്ടാണ് എൻ്റെ സുഖത്തിന് വേണ്ടിയാണ് നിങ്ങളോടൊക്കെ സുഖമായിട്ടിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതായത് നമ്മൾ അത്രത്തോളം ചെറിയ ഞാനിൽ നിന്ന് വലിയ ഞാനിലേക്ക് വളർന്നാലേ സുഖവും സമാധാനവും ശാശ്വതമായി കിട്ടുള്ളൂ. ചെറിയ ഞാനിൽ ഇത് സാധ്യമല്ല. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ലാഫിങ് യോഗ ഇല്ലേ? ചിരിക്കാൻ വേണ്ടി ഞാൻ വന്നത്. ചിരിച്ചു അല്ലേ? അത് പറഞ്ഞപ്പോൾ തന്നെ ചിരിച്ചു.